ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ആണ്ടുവട്ടം 24-ാം വാരം, ബുധൻ. ദിവ്യബലി മധ്യേ നാം വായിച്ചു ധ്യാനിക്കുന്ന സുവിശേഷ ഭാഗം ലൂക്ക എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 31 മുതൽ 35 വരെയുള്ള വചനഭാഗങ്ങളാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുഴലൂതിയെങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിലാപഗാനം ആലപിച്ചുവെങ്കിലും നിങ്ങൾ കരഞ്ഞില്ല എന്ന് ചന്തസ്ഥലത്തിരുന്ന് കൂട്ടുകാരോട് വിളിച്ചു പറയുന്ന കുട്ടികളെ പോലെയാണ് അവർ എന്നാണ് ഈശോ ഇന്നത്തെ സുവിശേഷം ആരംഭിച്ചുകൊണ്ട് ഒരു ഉപമയിലൂടെ നമ്മുടെ മുൻപിലേക്ക് ഒരാശയം പകർന്നു തരുന്നത്. എന്തുകൊണ്ടാണ് യേശു പ്രകാരം ഒരു ഉപമ പറഞ്ഞത് എന്ന് മനസ്സിലാകണമെങ്കിൽ അതിനു മുമ്പുള്ള ഏതാനും വരികളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ദൈവപുത്രന് വഴിയൊരുക്കുവാനായിട്ട് യോഹന്നാൻ കടന്നു വന്നു. അനേകം ചുങ്കക്കാരും പാപികളും യോഹന്നാന്റെ വാക്ക് കേൾക്കുകയും അനുതപിച്ച് സ്നാനം സ്വീകരിക്കുകയും ചെയ്തു. എങ്കിലും ഫരിസയരും നിയമജ്ഞരും യോഹന്നാനെ അവന്റെ ജ്ഞാനസ്നാനത്തെ നിരാകരിച്ചു. പിന്നീട് യേശു കടന്നു വന്നു. ദൈവത്തിന്റെ വഴികൾ അവൻ സത്യത്തിന്റെ പാതയിലൂടെ പഠിപ്പിച്ചു. എങ്കിലും ഫരിസയരും നിയമജ്ഞരും യേശുവിനെയും സ്വീകരിച്ചില്ല. യേശുവിനെ സ്വീകരിച്ചതാകട്ടെ ചുങ്കക്കാരും പാപികളുമായ മനുഷ്യർ തന്നെയാണ്. ഈ ഒരു അവസരത്തിലാണ് യേശു ഫരിസയരെയും നിയമജ്ഞരെയും ഈ ഒരു ഉപമയിലൂടെ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. യേശുവിനെ സ്വീകരിക്കാതിരിക്കാൻ മുണ്ടന്തം ന്യായങ്ങൾ കണ്ടെത്തുന്ന ഇവർ കുട്ടികളെ പോലെയാണ് എന്നാണ് ഈശോ പറയുന്നത്. നമ്മുടെ ഇന്നത്തെ ജീവിത സാഹചര്യത്തെ ഒന്ന് വിലയിരുത്തുമ്പോൾ ഓരോ കാരണം പറഞ്ഞ് കർത്താവിനെ വേണ്ടെന്ന് വയ്ക്കുന്ന തലമുറ അതിന്നും നമ്മോടൊപ്പം തന്നെയുണ്ട്. ചിലപ്പോൾ അത് നമ്മിൽ തന്നെയുണ്ട്. ദിവ്യബലിക്കോ ആധ്യാത്മിക കാര്യങ്ങൾക്കോ സമയം മാറ്റിവെക്കാതെ കർത്താവിനെയും അവൻ്റെ വഴികളെയും നിരാകരിച്ച് മുന്നോട്ടു പോകുന്ന ഒരു ജീവിതപാതയാണോ നമ്മൾ പിന്തുടരുന്നത് എന്ന് നമുക്ക് നമ്മോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. ഈ വചനഭാഗത്തിൻ്റെ മറ്റൊരു ധ്യാന വിഷയം എന്ന് പറഞ്ഞാൽ യോഹന്നാനെയും അതുപോലെ തന്നെ യേശുവിനെയും കുറ്റപ്പെടുത്തുന്ന മനസ്ഥിതിയുള്ളവരായിരുന്നു നിയമജ്ഞരും ഫരിസയരും. ആര് എന്ത് പ്രവൃത്തി ചെയ്താലും അതിനെയൊക്കെ കുറ്റപ്പെടുത്തുന്ന മനസ്ഥിതി, അതിനെ താഴ്ത്തിക്കെട്ടുന്ന രീതി, ഇത് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലും കടന്നു വരാം. ഇപ്രകാരമുള്ള ഒരു പ്രവണത, കുറ്റപ്പെടുത്തുക, താഴ്ത്തിക്കെട്ടുക, ഇത് എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഈ വചനഭാഗം നമ്മെ ക്ഷണിക്കുകയാണ്. മറ്റുള്ളവരോട് സ്നേഹവും താല്പര്യവും ഇല്ലാതാകുമ്പോഴാണ് കുറ്റപ്പെടുത്തലുകൾ നമ്മിൽ നിന്ന് കൂടി വരുന്നത്. സ്നേഹത്തോടുകൂടെ പെരുമാറുമ്പോൾ തീർച്ചയായിട്ടും കുറ്റപ്പെടുത്തലുകളൊക്കെ ഇല്ലാതായി തീരും. നല്ലൊരു സ്നേഹം ഉള്ള ഹൃദയത്തിന് ഉടമയാകാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.